നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നും തീരുമാനമായില്ല. ഡൽഹിയിൽ നടന്ന ചർച്ചകൾ ധാരണയിലെത്താതെ പിരിഞ്ഞു. എംപിമാർ മത്സരിക്കുന്നതിൽ സമവായത്തിലെത്താൻ കഴിയാത്തതാണ് പട്ടിക വൈകിക്കുന്നതെന്ന് റിപ്പോർട്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയാൽ നാളെ പ്രഖ്യാപനമെന്ന് KPCC അധ്യക്ഷൻ. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ചുള്ള ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പ്രതിപക്ഷ നേതാവ് തട്ടിക്കയറി. മാസങ്ങൾ നീണ്ട ചർച്ചകൾ അന്തിമ തീരുമാനത്തിലെത്തിക്കാൻ കഴിയാത്തതാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത്. എല്ലാം തീരുമാനമായെന്ന് നേതാക്കൾ ആഴ്ചകൾക്ക് മുന്നേ പറഞ്ഞെങ്കിലും എംപിമാർ മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് പട്ടിക വൈകുന്നതെന്നാണ് നേതാക്കളുടെ പക്ഷം. ഡൽഹിയിൽ നടന്ന കോർ കമ്മിറ്റി മീറ്റിംഗിലും തുടർന്നുണ്ടായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും ധാരണയായിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പായി. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ആശുപത്രിയിലായതിനാലാണ് വൈകുന്നതെന്നും പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങളുമുണ്ട്. ദേശീയ നേതാക്കന്മാർ രാഹുൽജി, ഖാർഗെജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സമയം കൂടെ നോക്കിയിട്ടാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമുക്കറിയാം മിസ്ത്രിജിയാണ്. അദ്ദേഹം ഇന്ന് ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ സമയം കൂടെ നോക്കിയിട്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി നിശ്ചയിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഡയാലിസിസിന് വിധേയനായിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം നാളെ വരും. സ്ക്രീനിംഗ് കമ്മിറ്റി കൂടും. നെക്സ്റ്റ് ടൈം നാളെ തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതേസമയം യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ചോദ്യമുന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തട്ടിക്കയറി. മാധ്യമങ്ങൾ ഇല്ലാത്ത വാർത്ത നൽകുന്നുവെന്ന് VD സതീശൻ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി. നിങ്ങളുടെ വിശ്വാസം. കണ്ണൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് K. സുധാകരൻ നിലപാട് കടുപ്പിച്ചതോടെയാണ് എംപിമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസിന് മുന്നിൽ കീറാമുട്ടിയായത്. മത്സരിക്കാൻ അനുമതി നൽകി പ്രശ്നപരിഹാരത്തിനായി കോൺഗ്രസ് ശ്രമം നടക്കുന്നതായാണ് റിപ്പോർട്ട്. മത്സര സന്നദ്ധത അറിയിച്ച എംപിമാർ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടൂർ പ്രകാശ്, K. സുധാകരൻ ഉൾപ്പെടെയുള്ളവരാണ് അപേക്ഷ നൽകിയതെന്നാണ് റിപ്പോർട്ട്. 20 സിറ്റിംഗ് MLAമാർ ഉൾപ്പെടെ 50 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കുക. അമ്പലപ്പുഴയിൽ G. സുധാകരനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അതേസമയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സീറ്റ് നിർണയം വൈകുന്നതോടെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നതിൽ ഘടകകക്ഷികൾക്കിടയിലും അതൃപ്തിയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.